കൊടുവള്ളിയിൽ നിന്നും ഒരു കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തിയിട്ടുണ്ട്. കൊണ്ടോട്ടിയിൽ വെച്ചാണ് അന്നൂസ് റോഷനെ പോലീസ് കണ്ടെത്തുന്നത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്തോ അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണോ. തന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലെന്നും മൈസൂരിലേക്കാണ് കൊണ്ടുപോയതെന്നും അന്നൂസ് റോഷൻ പറഞ്ഞു. പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്നൂസിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിൽ അനിയനെ സഹോദരനെ തട്ടിക്കൊണ്ടുപോകുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാവുന്ന വിവരം. എന്തായാലും പോലീസ് എന്താണ് ആ വിഷയത്തിൽ പറയുന്നത്, എങ്ങനെയായിരുന്നു ഈ അന്നൂസ് തിരികെ എത്തിയത്, നമുക്കൊന്ന് നോക്കാം. മലപ്പുറം കൊണ്ടോട്ടി വെച്ചാണ് അന്നൂസ് റോഷനെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. 4 ദിവസം മുൻപാണ് കാറിലെത്തിയ സംഘം വീട്ടിൽ നിന്ന് 21കാരനെ കടത്തിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെ പ്രതികൾ യുവാവുമായി മൈസൂരിലേക്ക് കടന്നു. മൈസൂരുവിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പതിക്കുകയും അന്വേഷണ സംഘം അവിടെ എത്തുകയും ചെയ്തതോടെ പ്രതികൾ കേരളത്തിലേക്ക് തിരിക്കുകയായിരുന്നു. ടാക്സിയിൽ കേരളത്തിലേക്ക് വന്ന പ്രതികൾ പോലീസ് പിന്തുടരുന്നത് മനസ്സിലാക്കിയതോടെ പാലക്കാട് വെച്ച് രക്ഷപ്പെട്ടുവെന്നാണ് വിവരം. കർണാടക സ്വദേശിയായ ടാക്സി ഡ്രൈവറെയും ടാക്സിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുകയാണെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി കെ സുഷീർ പറഞ്ഞു. വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇന്റർഫിയർ ചെയ്തിട്ടാണ് അന്നൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. ഇതൊരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 കേസുകളിലായിട്ട് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അന്നൂസ് റോഷനെ വൈകിട്ട് പോലീസ് വീട്ടിലെത്തിച്ച് കുടുംബത്തിന് കൈമാറി. 6 പേരാണ് തട്ടിക്കൊണ്ടുപോയതെന്നും ആരും ഉപദ്രവിച്ചിട്ടില്ലെന്നും അന്നൂസ് റോഷൻ പറഞ്ഞു. എല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് വിടണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പരിചയമില്ലാത്തവരാണ് 6 പേരുണ്ട്. സഹോദരൻ അജ്മലുമായുള്ള സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൈരളി ന്യൂസ്, കോഴിക്കോട്.